ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മിത്തുസ് വേൾഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതെന്താണെന്നല്ലേ, ഇതാണ് പപ്പായ പായസം. പപ്പായ പായസം നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ? നിങ്ങൾ പപ്പായയുടെ ഒരുപാട് റെസിപ്പീസ് കണ്ടിട്ടുണ്ടായിരിക്കും, പക്ഷേ ഇതുപോലൊരു പായസ റെസിപ്പി നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും അല്ലേ കാണുന്നത്. അപ്പോൾ ഇതിലേക്ക് പഴുത്ത പപ്പായ എടുത്തിട്ടുണ്ട്, നന്നായി കട്ട് ചെയ്ത് ചെറിയ കഷ്ണങ്ങളാക്കിയാണ് ഞാൻ വെച്ചേക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് എന്തൊക്കെ ഇൻഗ്രീഡിയൻ്റ് ആണ് വേണ്ടതെന്ന് നോക്കിയാലോ. പ്രധാനമായിട്ടും നമ്മൾ പപ്പായ തന്നെയാണ് ഇതിൽ പ്രധാന ഇൻഗ്രീഡിയൻറ്റ്. അതിനുശേഷം നമ്മൾ ചൗരി കുറച്ച് ഒരു മണിക്കൂറോളം ഒന്ന് കുതിർത്ത് വെക്കണം. മധുരത്തിനായി ശർക്കരയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് കുറച്ച് നേരം വെള്ളത്തിലിട്ട് കുതിർക്കാനും വെക്കണം. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ പപ്പായ നന്നായിട്ട് മിക്സിയിലിട്ടൊന്ന് നന്നായിട്ട് അരച്ചെടുക്കുക. തരിയൊന്നും ഇല്ലാതെ തന്നെ നന്നായിട്ട് അരച്ചെടുക്കണം. അതിനുശേഷം തന്നെ നമ്മൾ ചൗവരി ഇവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ ആദ്യമേ ഇതൊക്കെ തന്നെ ചെയ്ത് വെക്കണം, അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. എന്നിട്ടൊരു ചട്ടി ചൂടായി വരുന്ന സമയത്ത് മിക്സിയിൽ അടിച്ച് വെച്ചിരിക്കുന്ന പപ്പായ നമ്മൾ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഈ തിളപ്പിച്ചെടുക്കുന്നതിൻ്റെ ഒരു ചെറിയൊരു പപ്പായയുടെ ഒരു ടേസ്റ്റ് നമുക്കിതിൽ അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പായസം കഴിക്കുമ്പോൾ ഇത് പപ്പായ ആണെന്ന് നമുക്ക് അറിയരുതല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളത് നന്നായിട്ട് ആ ചൂട് ആദ്യമേ ആക്കിയിട്ട് അതിൻ്റെ ഒരു പച്ച ചുവയൊക്കെ മാറ്റുന്ന ആ ഒരു നന്നായിട്ട് വരുന്ന സമയത്ത് ചൗവരി വേവിച്ച് വെച്ചിരിക്കുന്നില്ലേ, അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. ആ ചൗവരിയും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഈ സമയത്ത് നമ്മൾ കൈ എടുക്കാനേ പാടില്ല. കൈ എടുക്കാതെ തന്നെ നല്ലതായിട്ട് ഇളക്കി കൊടുക്കണം. ചിലപ്പോൾ അടിയിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്, കരിഞ്ഞു പോകാനും ചാൻസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് വ്യത്യാസം വരും. അതുകൊണ്ട് നമ്മളിതിങ്ങനെ കൈ എടുക്കാതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം. നന്നായിട്ട് ഇതുപോലെ കുറുകി വരുന്ന ഒരു ടൈമുണ്ട് കേട്ടോ. നന്നായിട്ട് വരുന്ന ആ ഒരു ടൈമിലാണ് നമ്മൾ ശർക്കരപ്പാനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് ഇത് അത്യാവശ്യം ലൂസായി പോവും. അത് നിങ്ങൾ ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല. അത് കുറച്ചുകൂടെ നന്നായിട്ടൊന്ന് കുറുകി വരാൻ നമ്മളൊന്ന് കൊടുത്താൽ മതി. ആ ഒരു സമയത്തേക്ക് ഇതുപോലെ ഒന്ന് വരുമ്പോഴത്തേക്ക് തന്നെ അതൊന്ന് എല്ലാം നന്നായിട്ടൊന്ന് കുറുകി വരും. ആ ഒരു സമയത്ത് പ്രധാനപ്പെട്ട മറ്റൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മളെ തേങ്ങാപ്പാൽ. ഇതിൽ തേങ്ങാപ്പാലാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഞാനത് വീഡിയോ എടുക്കാൻ വിട്ടു, തേങ്ങാപ്പാൽ എടുക്കുന്നത്. അപ്പോൾ തേങ്ങാപ്പാലിൻ്റെ രണ്ടാം പാലാണ് ആദ്യമായിട്ട് ഇതിൽ ഒഴിക്കുന്നത്. ആ ഒരു സമയത്തും നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇത് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് രണ്ടാം പാൽ ഒഴിക്കുന്നത് കൊണ്ട് അത് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം വന്നതിന് ശേഷം ഒന്നാം പാലാണ് നമ്മൾ ഒഴിക്കാനുള്ളത്. ഒന്നാം പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരുപാട് സമയമൊന്നും നമ്മൾ തീയിൽ ഇത് വെക്കേണ്ട ആവശ്യമില്ല. കാരണം എന്ന് വെച്ചാൽ ഒരുപാട് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു പാകം മാറിപ്പോകും. അപ്പോൾ രണ്ടാം പാൽ ഒഴിക്കുമ്പോൾ നന്നായിട്ട് വരണം. പക്ഷേ ഒന്നാം പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ അധികം വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ പായസം ഏകദേശം റെഡിയായി. ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിലേക്ക് ഏലക്ക നന്നായിട്ട് ചതച്ചിട്ട് നമ്മൾ ഏലക്ക ഒരു 4-5 എണ്ണം നമ്മൾ ഇതിലേക്ക് ഇട്ടിടും. അപ്പോൾ നല്ല ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഏലക്ക ഇട്ട് കൊടുക്കുന്നത്. പായസത്തിൽ ഏലക്ക മസ്റ്റ് ആണല്ലോ. അതിന് ശേഷം നമ്മൾ ഇതെന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ പിന്നെ നെയ്യൊക്കെ വരട്ടിയിട്ട് കശുവണ്ടി, മുന്തിരിങ്ങ, തേങ്ങ ഇതൊക്കെ വരട്ടി നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് ഉണ്ടല്ലോ ആ പായസത്തിൻ്റെ ഒരു മണം ഉണ്ടല്ലോ. നമ്മൾ കഴിച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഇതൊരു പപ്പായയാണ് പായസം ആക്കി നമ്മൾ കഴിക്കുന്നതെന്ന് പറയത്തേ ഇല്ല കേട്ടോ. അതായത് ഇതെല്ലാം നന്നായിട്ടൊന്ന് വറുത്ത് കോരി എടുക്കുന്നുണ്ട്. മുന്തിരിങ്ങ, അണ്ടിപ്പരിപ്പ്, തേങ്ങ ഇതെല്ലാം വറുത്ത് കോരി എടുത്തിട്ട് ഇതാ പായസത്തിലേക്ക് ഇങ്ങനെ മിക്സ് ചെയ്ത് ഒഴിക്കുമ്പോൾ ആ തേങ്ങയുടെയും അണ്ടിപ്പരിപ്പിൻ്റെയും മുന്തിരിങ്ങയുടെയും ഏലക്കായുടെയും ഒക്കെ മണം ഉണ്ടല്ലോ. നമുക്കത് കഴിച്ചാൽ മാത്രമേ മനസ്സിലാവൂ. ഒരിക്കലും ഇതൊരു പപ്പ ഉണ്ടാക്കിയൊരു പായസമാണെന്ന് പറയത്തില്ല. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. ഒരുപാട് ഇഷ്ടമാവും. ഇതൊരു മസ്റ്റ് ട്രൈ റെസിപ്പിയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.